ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. അപ്പൊസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം യേശുവിനെ അറിയിച്ചു. അവൻ ബെത്സൈദ എന്ന പട്ടണത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ദൈവരാജ്യം പ്രസംഗിപ്പാനും രോഗങ്ങൾ സുഖപ്പെടുത്തി പിശാചുബാധിതരെ സൗഖ്യമാക്കുവാനുമുള്ള അധികാരവും ശക്തിയും കൊടുത്ത് കയ്യിലൊന്നും എടുപ്പിക്കാതെ വെറും കൈയോടെ അയച്ച തൻ്റെ ശിഷ്യന്മാർ മടങ്ങി വന്ന് അവർക്കുണ്ടായ അനുഭവങ്ങൾ യേശുവുമായി പങ്കുവയ്ക്കുന്ന സമയം. അവർക്ക് യേശുവിനോട് എന്തായിരിക്കും പറയുവാനുണ്ടായിരുന്നത്? അവർ ചെയ്ത ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും അവർക്ക് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവാൻ സാധിച്ച അനേകം അത്ഭുതങ്ങളെക്കുറിച്ചായിരിക്കും അവർ യേശുവിനോട് പറയുന്നത്. എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്ന് ഈ തിരുവചനത്തിൽ പൂർണ്ണമായും കൊടുത്തിട്ടില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്. വെറും കൈയോടെ പോകുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാ സങ്കോചങ്ങളും ആശങ്കകളും അവർക്ക് മാറി. അവരുടെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതും അവരുടെ എല്ലാമായ ഗുരു യേശു തങ്ങളുടെ കൂടെ ഇല്ലാതെ തന്നെ രണ്ട് പേരായി പോയി ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായി അനേകം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചിരിക്കുന്നു എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു വചനം. ഈ ഒരു ചെറിയ വചനത്തിലുണ്ട് അവർ എത്രയോ സമയം യേശുവുമായി ചെലവഴിച്ചു എന്നും അവർ ഓരോരുത്തരും അവർക്കുണ്ടായ അനുഭവങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുകയും കൂടുതലായി സ്വന്തം അനുഭവങ്ങളിൽ നിന്നും തങ്ങളുടെ കൂട്ടു ശിഷ്യന്മാർക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നും അവരുടെ വിശ്വാസം യേശു സാക്ഷാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, അവൻ്റെ കൽപ്പനപ്രകാരം അവൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണി തങ്ങളുടെ തോളിലാണ് അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം ആ ശിഷ്യന്മാർക്ക് വന്ന സമയം. സ്വന്തം ജീവിതാനുഭവങ്ങൾ കൊച്ചുകുട്ടികളെപ്പോലെ സന്തോഷത്തോടെ തങ്ങളുടെ ഗുരുവുമായും മറ്റു ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുന്ന സമയം. ഇന്ന് നാം ഓരോരുത്തർക്കും ആ ശിഷ്യന്മാരുടെ ആശ്ചര്യവും അത്ഭുതവും നിറഞ്ഞ മുഖം കാണുവാനും അവർക്കുണ്ടായ വലിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എങ്കിലും അവരെ പിൻചെല്ലുന്ന ഇന്നത്തെ യേശുവിൻ്റെ എളിയ ശിഷ്യന്മാരായിരിക്കുവാൻ, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, യേശുവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നത് ദിവസവും ചെയ്യുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.